ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് നാളേക്കുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഇന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ 48,800 ലെവൽ ക്രോസ് ചെയ്യുന്നതാണെങ്കിൽ, അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്കൊരു ബൈങ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓൾ ടൈം ഹൈ ലെവൽ ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടെ ജനറേറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു ലെവൽ 48,800 എന്ന ലെവൽ ഇവിടെ ആ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്തു. അതേപോലെ തന്നെ അവിടെ നിന്ന് മുകളിലേക്ക് നല്ലൊരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർ ഫസ്റ്റ് ഉണ്ട് അവർ പുൾ ബാക്കിൽ എൻട്രി എടുത്തവർക്കൊക്കെ ഇവിടുന്ന് ഒരു ബൈങ് പ്ലാൻ ചെയ്തവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ഇന്ന് അതിനുശേഷം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സൈഡ് വേസ് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് മൊമെന്റിലായിരുന്നു ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നാളെ അഥവാ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 48,960 എന്നൊരു പോയിന്റ്, ഒരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇന്ന് ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഇവിടെ ബ്രേക്ക് ആയിട്ട് ഇവിടെ റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി മുകളിലേക്ക് പോകണമെങ്കിൽ ഈ റീടെസ്റ്റ് കൺഫേം ആയി ഞങ്ങൾക്ക് ഈ ഒരു റീസെന്റ് ജനറേറ്റ് ചെയ്ത ഒരു ഓൾ ടൈം ഹൈ ലെവലിന്റെ മുകളിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി വരികയാണെങ്കിൽ, ഒരു അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടുള്ള സസ്റ്റെയിൻ ചെയ്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഫർദർ അപ്സൈഡിലേക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത്. ഒരു 1:2 റിസ്ക് റിവാർഡ് എന്നൊരു ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. അതിൽ നിങ്ങളൊരു ലെവൽ ആണ് നോക്കുന്നതെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഞങ്ങൾക്കൊരു 49,150 എന്ന ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 49,220 എന്ന ലെവലാണ് നമുക്ക് സെക്കൻഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നാളെ അഥവാ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടേക്കാണ് ബ്രേക്ക് തരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായല്ലോ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് കണ്ടിട്ട് മുകളിലേക്ക് ആരൊക്കെ ഒരു സി പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരൊക്കെ എസ് ഹിറ്റ് ആണെന്ന് കാണാം. അത് ഈ ഒരു സ്വിംഗ് ലോഡൊക്കെ താഴെയായിരിക്കും യൂഷ്വലി എല്ലാവരും എസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എസ് ഹിറ്റ് മിക്കവാറും താഴോട്ടേക്ക് വരുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻ കേസ് നാളെ ഒരു ബെയറിഷ് ആണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഞങ്ങൾക്ക് ഒരു 48,800 എന്ന ലെവൽ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 48,700 എന്ന ലെവലും സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ ഞങ്ങൾ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 48,630 എന്ന ഈ ഒരു ലെവലായിരിക്കും ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി അഥവാ നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നത്, അത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലൊക്കെ മുകളിലൊരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളൊരു പുൾ ബാക്കിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ ഞങ്ങൾക്ക് ഒരു ബുള്ളിഷ് സിഗ്നൽ, ഒരു റിവേഴ്സൽ സിഗ്നൽ പോലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നിന്ന് കിട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ബൈങ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അവിടെ നല്ലൊരു സിഗ്നൽ കിട്ടുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആ തരുന്നെങ്കിൽ അവിടെ ഒരു പുൾ ബാക്കിന് വേണ്ടി അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക. അത് അത്യാവശ്യം നല്ലൊരു വോളറ്റൈൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ ഒരു ലെവലിന് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ പോലത്തെ ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് താഴെ ഞങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിഫ്റ്റിയുടെ വ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതൊക്കെ നിഫ്റ്റിയുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിഫ്റ്റിയിൽ അവിടെ ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് തരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് 22,770 എന്ന ലെവലാണ് ഞങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് വരുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് എന്നാൽ അത് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഞങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മുകളിലേക്ക് ഒരു 1:2 എന്നൊരു പ്ലാനിൽ ഞങ്ങൾക്ക് ട്രേഡ് മുകളിലേക്ക് പ്ലാൻ ചെയ്യാം. അതല്ല നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴേക്കാണ് ബ്രേക്ക് തരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ആയി വരുന്നത് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഒരു ഫോം ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഞങ്ങൾക്ക് ഇവിടെ ഫോം ആയി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതിന് താഴെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇവിടെയും ഒന്ന് ബ്രേക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ് എൻട്രി ഞങ്ങൾക്ക് കിട്ടേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 22,680 എന്ന ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഞങ്ങൾക്ക്
22,650 എന്ന ലെവൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ നമ്മൾ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആയിട്ട് ഞങ്ങൾക്ക് 22,620 എന്ന ലെവലും ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഒരു ലെവൽ ബ്രേക്ക് അവിടെ തന്നെ ഞങ്ങൾ എൻട്രി എടുക്കേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അതേപോലെ ഇതൊരു ബുള്ളിഷ് പാറ്റേൺ നിങ്ങൾക്ക് ഫോമായി വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഈ ഒരു പാറ്റേൺ സക്സസ് ആകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചിലപ്പോൾ ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചേക്കാം. അതല്ല നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ തരുന്നതെങ്കിൽ, അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ തരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുൾ ബാക്കിന് വേണ്ടി അത് അത്യാവശ്യം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നല്ലൊരു ബുള്ളിഷ് ഒരു ക്യാൻഡിൽ ഒരു സിഗ്നൽ കിട്ടുകയാണെന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ബൈയിങ് പ്ലാനിലേക്ക് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് ആ ഒരു സസ്റ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾക്ക് അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടേണ്ടത്. അതിനാൾക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു എൻട്രി ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകുക. അപ്പൊ എല്ലാവർക്കും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പോസിബിൾ വ്യൂസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ല ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.